നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 20-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 4-ാം തീയതി വ്യാഴാഴ്ച. നല്ല ദിവസമാണ് വ്യാഴാഴ്ച. പക്ഷേ ഇന്നത്തെ നക്ഷത്രം വിശാഖം, ഉദയ നക്ഷത്രം വിശാഖമാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അനിഴ നക്ഷത്രത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇന്ന് അമാവാസിയാണ്, കർത്തവാവ് ദിവസമാണ്. അമാവാസിയിൽ അന്ന് എന്ത് ചെയ്താലും ഇരുട്ട് വ്യാപിക്കും. നമ്മൾ ചെയ്യുന്ന ഫലത്തിന്, ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്ക റിസൾട്ട് ലഭിക്കത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചായിരിക്കണം ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നല്ല നക്ഷത്രം, നല്ല ദിവസം ഒക്കെ ആണെങ്കിൽ പോലും ഓരോ നല്ല കാര്യങ്ങളും നിങ്ങൾ ഈസി ആയിട്ട് നടക്കത്തില്ല. പോകുന്നതിന് ഇരുട്ട് വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുമെന്നാണ്. അപ്പോൾ കാര്യങ്ങൾ തടസ്സപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു ദിവസം വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. നമ്മൾ വരയ്ക്കും വ്യാഴാഴ്ചയല്ലേ, നല്ല നക്ഷത്രമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. അവിടെ തിഥിക്ക് പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ നമുക്ക് വൃശ്ചിക മാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അതായത് വിശാഖ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു വർഷവും വളരെ കഷ്ടപ്പാടായിരിക്കും. കാരണം ഇരുട്ട്, അമാവാസിക്കാണ് ബർത്ത്ഡേ വന്നിരിക്കുന്നത്. പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടം വരും, ശാരീരിക വൈഷമ്യങ്ങൾ നിങ്ങളെ തേടി വരും. അതേപോലെ തന്നെ പ്രധാനമായിട്ട് സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ സൂക്ഷിക്കണം. അതിൽ ഇരുട്ട് വരിക എന്ന് പറഞ്ഞാൽ പൈസ ബ്ലോക്കായി പോകും. അപ്പോൾ ബിസിനസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ എടുത്ത് കൊടുക്കുന്നതോ മറ്റ് ഊഹ കച്ചവടങ്ങൾ നടത്തുന്നതോ ഒക്കെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീത ഫലം വരും, എത്ര നല്ല സമയമാണെങ്കിൽ പോലും. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് പോകണം. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ ഒരു വർഷക്കാലവും പൗർണമി വ്രതം നോക്കണം. വെളുത്ത വാവിൻ്റെ അന്ന് വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇരിക്കുകയും ദേവിയെ ഭജിക്കുകയും ചെയ്യുക. നമുക്കിതിൽ നിന്ന് മുക്തി ഉണ്ടാവും. അതേപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം വരുന്നത് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 മണി 36 മിനിറ്റിനെ തുടങ്ങുകയുള്ളൂ. 3 മണി 3 മിനിറ്റ് വരെ രാഹുകാല സമയമുള്ളൂ. ചെറിയ കലണ്ടറിൽ ഇട്ടിട്ടുള്ള സമയമായിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠനും ഗുളികനും. ഇന്നും ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 9:17 തൊട്ട് 10:44 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6:25 തൊട്ട് 7:51 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നത്തെ ദിവസം ഇരുട്ടാണ്. അഭിജിത്ത് മുഹൂർത്തം എടുക്കേണ്ടി വന്നാൽ എടുക്കാമെങ്കിൽ പോലും അത്ര ശോഭനമല്ല. കാരണം അമാവാസിയുടെ ഇരുട്ട് 11:46 തൊട്ട് 12:34 വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ആകിലും അഭിജിത്ത് മുഹൂർത്തം എടുക്കാം, എങ്കിലും ആകിലും ഇന്നത്തെ ദിവസം നല്ലതല്ലാത്തത് കൊണ്ട് മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. മഞ്ഞ വസ്ത്രമോ മഞ്ഞ മിക്സായിട്ടുള്ളതോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് പോസിറ്റീവ് എനർജി കൂട്ടാനും നമ്മളിലുള്ള നെഗറ്റീവ് അകലാനും കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം പരമഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.